പിശാചിന് അവകാശം പറയാനൊന്നുമില്ല. അപ്പോൾ ഒന്ന്, അനധികൃതമായ സ്ഥാവര ജംഗമ വസ്തുക്കൾ. രണ്ട്, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ കനത്ത ഒരു ചിന്ത കൂടെ പറയാം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ അജ്ഞമയമായ കണ്ണുകളുടെ മുമ്പിൽ വിശുദ്ധമല്ലെങ്കിൽ ഈ ശരീരം ആർക്കുള്ളതാ? അല്ല, വിശുദ്ധമല്ലെങ്കിൽ ആർക്കുള്ളതാ? പിശാചിനുള്ളതാ. പിശാച് അവകാശം പറയും. ഇത് കൂടെ പലതിനും ചിലതിനുമൊക്കെ മാറ്റുന്നതാണ്. അത് എനിക്കുള്ളതാണ്. പിളർക്കപ്പെടാത്ത ശരീരത്തിൻ്റെ മേൽ എന്തോ ഇറങ്ങിയെന്നാണ് വായിക്കുന്നത് അബ്രഹാമിൻ്റെ യാഗത്തിൽ. റാഞ്ചനിറങ്ങി. നമ്മുടെ ശരീരം പിളർക്കപ്പെട്ടതാണ്. നമ്മുടെ ശരീരം കർത്താവിനുള്ളതാണ്. ഒരു വിവാഹിതയായ ഒരു സ്ത്രീയുടെ ശരീരം ഒന്ന് കർത്താവിനുള്ളതാണ്, രണ്ട് ഭർത്താവിനുള്ളതാണ്, മൂന്ന് ആ ശരീരത്തിൻ്റെ മുഴുവൻ അധ്വാനവും അവിടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, അവിടെ മാതാപിതാക്കൾക്കുള്ളതാണ്, അവിടെ സഭയ്ക്കുള്ളതാണ്, അവിടെ സമൂഹത്തിനുള്ളതാണ്. പക്ഷേ ഈ ശരീരത്തെ അനുഭവിക്കാൻ, ലൈംഗികമായി അനുഭവിക്കുവാൻ ഭർത്താവിന് മാത്രം അവകാശം. ഒരു പുരുഷൻ്റെ ശരീരം കർത്താവിനുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ്. മനസ്സിലായില്ലേ? നാടുവഴി പോകുമ്പോഴെല്ലാം കാണുന്ന ഭാര്യമാരുടെ അല്ല. ഒരു പുള്ളി ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാതെ. അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ? അത് ഭാര്യയോട് സംസാരിച്ചാൽ മതി. ഭാര്യയോട് 10-25 മിനിറ്റ് അങ്ങ് സംസാരിക്കും. 25 മിനിറ്റ് ഭാര്യയോട് എന്നാ സംസാരിക്കാനാ? ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഷോർട്ടാണല്ലോ അല്ലേ? എന്നാ ഉണ്ട്, മഴയുണ്ടോ? ഇല്ല. എന്നാ വെച്ചാലേ, ഞാൻ പിന്നെ വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഭാര്യയോട് ഇങ്ങനെ 25 മിനിറ്റ് സംസാരിക്കാൻ എന്തോ വിഷയം? അപ്പോഴാണ് മറ്റേ പുള്ളി വിശദീകരണം കൊടുക്കുക, അത് സ്വന്തം ഭാര്യയോടല്ലോ, വേറെ ആരുടെയെങ്കിലും ഭാര്യയോട് സംസാരിക്കുക. അപ്പം നിങ്ങൾക്ക് ചാർജ് തീരുന്നിടം വരെ എന്തോ ചെയ്യാം? അതാണ്. അപ്പം സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ വിഷയ ദാരിദ്ര്യമാണെങ്കിൽ, ഇതാ സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാൻ വിഷയം. എവിടെ ആയി മനുഷ്യ നിങ്ങൾ? ഞാൻ പാറശാല എത്തി. അപ്പം 10-15 മിനിറ്റ് മുമ്പ് വരുമായിരിക്കുമല്ലോ അല്ലേ? 15 മിനിറ്റ് എടുക്കുമായിരിക്കുമല്ലോ. എന്നാൽ ആയിക്കോട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ശുഷ്കിച്ച അനുഭവമാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ? ശരീരം കർത്താവിനുള്ളത് ഒന്ന്, രണ്ട് ഭർത്താവിനുള്ളത് അല്ലെങ്കിൽ ഭാര്യയ്ക്കുള്ളത്. വേറെ ഒരാവിഹിതമായ ഇടപാട് ഇതിനകത്ത് വരാതിരുന്നാൽ പിശാചിന് അവകാശം പറയാൻ പറ്റത്തില്ല.